ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. മക്കളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എജുപോർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ മോഡൽ എക്സാം കഴിഞ്ഞു, പബ്ലിക് എക്സാം തുടങ്ങി, നിങ്ങളുടെ എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കും അറിയാം, നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എന്നിരുന്നാലും ഞാനൊരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് വന്നത്, വേറെ ഒന്നുമല്ല. നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് സാധാരണ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഒരു 5 മാർക്ക് സാധാരണ നമുക്ക് ചോദിക്കുന്ന ചാപ്റ്ററാണ് ഈ പറയുന്ന സെക്കൻഡ് ചാപ്റ്റർ. മൈക്രോയിലെ സെക്കൻഡ് ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ മൈക്രോയിലെ സെക്കൻഡ് ചാപ്റ്ററിന് എല്ലാ തവണയും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഈ കഴിഞ്ഞ മോഡൽ എക്സാമിന് പോലും, നിങ്ങൾക്കറിയാം 2026 മോഡൽ എക്സാമിൽ പോലും ആ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ ആദ്യമേ ഉണ്ടായിരിക്കണം. ആ ചോദ്യം വേറെ ഒന്നുമല്ല, ബജറ്റ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ശ്രദ്ധിക്കാം, ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? 5 മാർക്കിൻ്റെ ചോദ്യമായിരുന്നേ. എ കൺസ്യൂമർ പർച്ചേസസ് 2 ഗുഡ്സ്. ഇത് സാധാരണ ഈ ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ എപ്പോഴും പറയുന്ന ഒരാൾ ഒരു കൺസ്യൂമറെ കുറിച്ചായിരിക്കും പറയുന്നുണ്ടാവുക. കാരണം കൺസ്യൂമർ ആണുള്ള സാധനങ്ങൾ വാങ്ങാം. അപ്പോൾ ഒരു കൺസ്യൂമർ ഈ 2 സാധനങ്ങൾ എപ്പോഴും വാങ്ങുന്നത്. എന്താ ഈ 2 സാധനങ്ങൾ വാങ്ങാൻ പറയാൻ കാരണം? വേറെ ഒന്നുമല്ല, ഒരു കൺസ്യൂമർ 2 സാധനം എന്ന് പറയുന്നത് ആകെ ഒരൊറ്റ കാരണം കൊണ്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വരക്കുന്നത് എക്സ് ആക്സും വൈ ആക്സും വരക്കുക അല്ലേ. ഈ എക്സും വൈയും വരക്കുന്ന സമയത്ത് ഇവിടെ വൈ എന്നും ഇവിടെ എക്സ് എന്നും കൊടുക്കുമ്പോൾ ആകെ 2 കാണിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് 2 ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഒരു കൺസ്യൂമർ 2 സാധനമല്ല വാങ്ങുക, ഒരുപാട് സാധനങ്ങൾ വാങ്ങും. അപ്പോൾ ഈ 2 ഗുഡ്സ് എന്ന് പറയാനുള്ള കാരണം ഈ ഒരൊറ്റ കാരണം മാത്രമാണ് മനസ്സിലാക്കുക. എക്സിലും വൈയിലും നമുക്ക് ആകെ 2 കാണിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നോക്കുക, ഇവിടെ 1 കാണിച്ചാൽ അടുത്തൊന്ന് ഇവിടെ കാണിക്കാൻ പറ്റുള്ളൂ. മൂന്നാമതൊരു സാധനം വാങ്ങി നമ്മൾ എവിടെയും കാണിക്കുക? എവിടെയും കാണിക്കാൻ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 2 ഗുഡ്സ് എന്ന് പറഞ്ഞത്. ഇനി അടുത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 2 സാധനങ്ങൾ വാങ്ങുമ്പോൾ 2ൻ്റെയും വില തന്നിട്ടുണ്ടാവും. വില തന്നിട്ട് ഒന്നാമത്തിൻ്റെ വില 10, രണ്ടാമത്തിൻ്റെ വില 20, ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഇത് ഈ ബേസ് ലെവലിൽ തൊട്ട് പറയുന്നത് എന്താ വെച്ചാൽ, ഇതുവരെ ഇതൊന്നും പഠിക്കാതെ ഇത്രയും കാലം +2 കഴിഞ്ഞ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കും ഇത് തുടക്കം തൊട്ട് കിട്ടിക്കോട്ടെ എന്ന് കരുതി മാത്രമാണ്. മകൾക്ക് ബോറടി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ എന്ത് ചെയ്യണം? ജസ്റ്റ് 1 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് മാത്രം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ വീഡിയോസ് വേണ്ടതെന്ന് വെച്ചാൽ തൊട്ട് താഴെ കമൻറ്റ് ചെയ്തിടണം, അതും കൂടി മറക്കരുത്. അപ്പോൾ പറഞ്ഞ കാര്യത്തേക്ക് തിരിച്ചു വരാം. 10 രൂപയും 20 രൂപയും വിലയുള്ള 2 സാധനങ്ങൾ വാങ്ങുന്നത്. അയാളുടെ കൈവശമുള്ളത് 100 രൂപയാണ് അല്ലേ. കൺസ്യൂമറുടെ ഇൻകം 100 രൂപയാണ്. ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ തന്നിരിക്കുന്ന ഒന്നാമത്തെ വില 10 രൂപ, രണ്ടാമത്തെ വില 20 രൂപ, അയാളുടെ സ്വന്തം വരുമാനം 100 രൂപ എന്നുള്ള കാര്യം എഴുതി വെക്കണം. ഓക്കെ, P1 P2 M എന്നാണ് നമ്മൾ ഇതിനെ സൂചിപ്പിക്കാറുള്ളത്. ഇതാദ്യം ചെയ്തു വെക്കാന്നാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇനി രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത് നോക്കണം. ഫസ്റ്റ് വൺ, ഇക്വേഷൻ ഓഫ് ദ ബജറ്റ് ലൈൻ, അല്ലെങ്കിൽ ബജറ്റ് ലൈൻ്റെ സമവാക്യം എഴുതാൻ മിക്കവാറും പേര് പരീക്ഷയ്ക്ക് തെറ്റിക്കുന്ന ഒരു ഭാഗമുണ്ട് ഇത്. കാരണം എന്താ പറയുക, എല്ലാവരുടെയും വിചാരേ P1x1 + P2x2 = M എന്ന് എഴുതി കഴിഞ്ഞിട്ട് മാർക്ക് കിട്ടിയെന്നാണ് വിചാരം. പക്ഷെ അതിൻ്റെ മാർക്ക് കിട്ടുമോ വെച്ച് കഴിഞ്ഞാൽ കിട്ടൂല. എന്താ കാരണം? ഇവിടെ നമുക്ക് ഈ വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂസ് ഒക്കെ നമ്മൾ എഴുതി വെക്കാണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ P1ൻ്റെ സ്ഥാനത്ത് ഞാൻ വാല്യൂ എഴുതണം. നോക്കൂ, P1 എത്രയായിരുന്നു? 10. അപ്പോൾ 10x1. P2ൻ്റെ സ്ഥാനത്ത് ഞാൻ വാല്യൂ എഴുതി എത്രയാണ്? 20. അതും കൊടുത്തു. M-ൻ്റെ സ്ഥാനത്ത് ആ വാല്യൂ എഴുതി 100. അപ്പോൾ എത്ര എഴുതിയാൽ മതി? 10x1 + 20x2 = 100 എന്ന് എഴുതി കഴിഞ്ഞാൽ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒരു മാർക്ക് കളയരുത്. ഈ ഒരു മാർക്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ ഒരു മാർക്ക് ഇപ്പോൾ നമുക്കിവിടെ സെറ്റായി. 10x1 + 10x2 = 100. ഓക്കെ, അത് എഴുതി കഴിഞ്ഞു. ബജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എഴുതി. രണ്ടാമത്തെ കാര്യം, ബജറ്റ് ലൈൻ വരക്കാനാണ് പറയാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബജറ്റ് ലൈൻ വരക്കണമെങ്കിൽ നമുക്ക് അറിയുന്ന കാര്യമുണ്ട്. ഈ ബജറ്റ് ലൈൻ വരക്കുമ്പോൾ എപ്പോഴും പരീക്ഷയ്ക്ക് സാധാരണ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എത്രയാണെന്ന് കണ്ടെത്താനും അതുപോലെ വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കണ്ടെത്താനും പറയാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഇത്തവണ ഒന്നും ചോദിച്ചില്ല. നമ്മൾ ഡയറക്റ്റ് ബജറ്റ് ലൈൻ വരക്കാൻ പറഞ്ഞു. പക്ഷേ ആ ക്വസ്റ്റ്യൻ്റെ മാർക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, 3 മാർക്ക് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ 3 മാർക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോ, ഇതിൽ 1 മാർക്ക് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കാനും 1 മാർക്ക് വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കാനും 1 മാർക്ക് നമ്മളത് വരക്കാനും വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് ഈ പറഞ്ഞ 3 മാർക്ക്. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയല്ലോ ഈ 3 മാർക്ക് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കാണണം, വേർട്ടിക്കൽ കാണണം, എന്നിട്ട് മാത്രമേ ബജറ്റ് ലൈൻ വരക്കാൻ പാടുള്ളൂ. അല്ലാതെ വെറുതെ ഒരു കമ്മട്ടം വെച്ചിട്ട് വരക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ചെയ്യുന്ന കാര്യം വേറെ ഒന്നുമില്ല. നമുക്കിവിടെ വേണ്ട ആൾക്കാർക്ക് ഞാൻ എഴുതി വെക്കണം. ആദ്യം ഞാനിവിടെ വേണ്ട നമ്മുടെ ഹൊറിസോണ്ടലും വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കാണാനുള്ള ഇക്വേഷനാണ് M/P1 എന്നാണ് അല്ലേ. M എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രയാണ്? 100 ഹരിക്കണം P1 എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ എത്ര കിട്ടും? 10 യൂണിറ്റ്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കിട്ടി. ഇനി അടുത്ത് നമ്മൾ കാണേണ്ടത് വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ആണ്. അത് കാണാനുള്ള ഇക്വേഷൻ എന്താ? M/P2 എന്നാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം M എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതും 100 തന്നെയാണ്. P2 മാത്രം മാറി. P2 ഇവിടെ തന്നിട്ടുണ്ട് 20 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 100 ഹരിക്കണം 20 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടും 5 യൂണിറ്റ്സ് എന്ന് കിട്ടും. അപ്പോൾ ഹൊറിസോണ്ടലും വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും കണ്ട് ഇത് മാത്രം എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്കാണ്? 2 മാർക്ക് അവിടെ കിട്ടും. അപ്പം ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ബജറ്റ് ലൈൻ്റെ ഇക്വേഷൻ 1 മാർക്ക്, ഇതും കൂടി ആയപ്പം മൊത്തം 2 മാർക്ക് കൂടി 3 മാർക്കായി അല്ലേ. 5 മാർക്കാണ് സാധാരണ ചോദിക്കുക. അപ്പോൾ ഈ 3 മാർക്ക് ഇപ്പോൾ എല്ലാവർക്കും ഷുവർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നിങ്ങൾ ബേസിക്കലി ഈ 2 ഇക്വേഷൻ പഠിച്ചൊക്കെ ഉണ്ടാവും.
മക്കളെ. കാരണം എന്താ പറയുക, ഇതില്ലാതെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് M/P1 എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ആണെന്നും M/P2 എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ആണെന്നും മനസ്സിലാക്കാം. ഇനി എന്താ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ഹൊറിസോണ്ടൽ അറിയാത്ത ആൾക്കാരാണ് നിങ്ങൾ, അത് ഞാൻ പറഞ്ഞുതരാൻ നോക്കോളൂ. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എക്സ് ആക്സിൽ അവിടെ ഏത് പോയിന്റ് ടച്ച് ചെയ്യാണ്, ഇതാ ഇവിടേക്ക് ഏത് പോയിന്റ് വരികയാണെങ്കിൽ നമ്മൾ ഇതിനെ പറഞ്ഞു തരാണ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. ഈ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ലൈൻസിന് നമ്മൾ ഹൊറിസോണ്ടൽ എന്ന് പറയാം അല്ലേ. അപ്പോൾ അവിടെ ഏത് പോയിന്റ് എന്നാലും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്നാണ് പറയുക. ഇനി അതേപോലെ ഈ y എന്ന് പറഞ്ഞ ആക്സിൽ ഏത് പോയിന്റ് എന്നാലും നമ്മൾ അതിനെ പറഞ്ഞു വരാനും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയും. ഓക്കെ, വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ കുത്താനുള്ള ഏത് ലൈനിലും നമ്മൾ എന്താ പറയുക, വെർട്ടിക്കൽ എന്നാണ് പറയുക. അപ്പോൾ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഈ ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കാം. ആദ്യമേ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു എക്സ് ആക്സും വൈ ആക്സും വരക്കുന്നു. നിങ്ങളും ഇതുപോലെ വരച്ചു വെക്കുക. എന്നിട്ട് ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ യൂണിറ്റ് നോക്കുക. അതായത് ഹോറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് നമ്മൾ വരക്കേണ്ട എക്സ് ആക്സിലാണ്, അവിടെ 10 വരെ പോകണം അല്ലേ. അപ്പോൾ നിങ്ങളൊരു 10 സെൻറ്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം, ഇല്ലെങ്കിൽ 1/2 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണെങ്കിൽ 5 സെൻറ്റിമീറ്റർ വെച്ച് ചെയ്യാം. അപ്പോൾ തൽക്കാലം ഞാനിവിടെ വാല്യൂസ് ചെയ്തെന്ന് നോക്കിക്കോളൂ. ഞാനിവിടെ കൊടുക്കുന്ന വാല്യൂസ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഭൂരിഭാഗം പേരും പരീക്ഷ ഹാളിൽ മാത്രം ചെയ്യുന്നൊരു കാര്യം പറഞ്ഞത് വെറുതെ കുറേ എന്ത് ചെയ്യും, ഒരു ഏകദേശം നമ്പർ നോക്കിയിട്ട് ഇടും. അങ്ങനെ നിങ്ങൾ ദയവ് ചെയ്ത് ചെയ്യാൻ നിൽക്കരുത്. ഒരു സ്കെയിൽ എടുക്കുക. ഈ സ്കെയിൽ എന്ന് പറയുമ്പോൾ സാധാരണ നിങ്ങളുടെ സ്കെയിൽ 15 സെൻറ്റിമീറ്റർ സ്കെയിൽ ഉണ്ടല്ലോ, അത് വെക്കുക, കറക്റ്റ് ലൈൻസ് വെക്കുക, അതിൽ ഓരോ സെൻറ്റിമീറ്റർ അനുസരിച്ച് എന്ത് ചെയ്യുക, പോയിന്റ് മാർക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യണം കേട്ടോ, അല്ലാതെ വേറെ ഒന്നിനും നിൽക്കരുത്. ഓക്കെ, ഇനി വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ആണ്, അത് മാക്സിമം 5 വരെ ഉള്ളൂ അല്ലേ, 5 വരെ മതി. അപ്പോൾ നമുക്ക് നോക്കാം, 1, 2, 3, 4, 5. യെസ്, അത്രയും പോയിന്റുകൾ നമുക്ക് വേണ്ടുള്ളൂ. നമ്മളത് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ 2 പോയിന്റ് 5നെയും 10നെയും എന്തിനും കൂട്ടി യോജിപ്പിക്കണം, എന്നിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരക്കണം അല്ലേ. അപ്പോൾ ഞാനിതിനെ കൂട്ടി യോജിപ്പിച്ചൊരു സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ വരച്ച് വെച്ചു. കണ്ടല്ലോ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഞാൻ ഈ വരച്ചതാണ് നമ്മുടെ ബജറ്റ് ലൈൻ എന്ന് പറയുന്നത്. എന്നിട്ട് ഇനി ചോദ്യത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ബജറ്റ് ലൈനും വരച്ചു കഴിഞ്ഞു, ഹൊറിസോണ്ടലും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കണ്ടെത്തില്ലേ. എത്രയാണ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്? ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് 10ഉം വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് നമുക്ക് 5ഉം എന്നാണ് കിട്ടിയത്. ഓക്കെ, ഇനി അടുത്ത് ഉപഭോക്താവിൻ്റെ വരുമാനം വർദ്ധിക്കുമ്പോൾ, അതായത് ഇൻകം ഇൻക്രീസസ്, ബജറ്റ് ലൈൻ മാറ്റം വരുന്നുണ്ട്. എങ്ങനെ? ഈ പറഞ്ഞ ഉപഭോക്താവിൻ്റെ വരുമാനം വർദ്ധിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ നിങ്ങളുടെ കയ്യിൽ 500 രൂപ ഉണ്ടായിരുന്നു വിചാരിക്കുക, 500 രൂപയുള്ള വിചാരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ഷർട്ട് എന്തെങ്കിലുമൊക്കെ പോയിട്ട് എടുക്കും അല്ലേ. നേരെ മറിച്ച് 500-നൊപ്പം നിങ്ങൾക്ക് ഒരു 1000 കൂടി കിട്ടി 1500 ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ഷർട്ട് ഒരു പാൻറ്റ് കൂടി എടുക്കും അല്ലേ. എന്താ ചെയ്യുക, നമ്മൾ സാധാരണ വാങ്ങാൻ പോയ സാധനത്തിൻ്റെ അളവ് കൂടും, വാങ്ങുന്ന സാധനത്തിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ എന്താണ്, അതെവിടെയാണ് മാറ്റം വരിക, ഈ എക്സിലും വൈയിലുമാണ് മാറ്റം വരിക അല്ലെ, എക്സിലും വൈയിലാണ് മാറ്റം വരിക. അപ്പോൾ ആ മാറ്റം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കാണിക്കണം. ഓക്കെ, അതാണ് നമ്മൾ ഇനി കാണിക്കാൻ പോണേ. അപ്പോൾ നമ്മളോട് ചോദിച്ച കാര്യം ഇതാണ്, ഈ പറഞ്ഞ ഉപഭോക്താവിൻ്റെ വരുമാനം വർദ്ധിക്കുമ്പോൾ ബജറ്റ് ലൈൻ എന്താ മാറ്റം ഉണ്ടാവുക? ബജറ്റ് ലൈൻ വേറെ ഒന്നുമില്ല, ഇപ്പോൾ ഓൾറെഡി നമ്മൾ വരച്ച ബജറ്റ് ലൈൻ ഇങ്ങനെയാണ് എങ്കിൽ ആ ബജറ്റ് ലൈൻ എന്ത് ചെയ്യും, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ അതുകൂടി ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോളൂ മക്കളെ, നമ്മുടെ നോക്കിക്കോളൂ, വരുമാനം വർദ്ധിച്ചാൽ, നമ്മുടെ വരുമാനം വർദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ബജറ്റ് ലൈൻ എങ്ങോട്ട് പോകും? റൈറ്റ് സൈഡിലേക്ക് എന്ത് ചെയ്യും, റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എന്താ ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇപ്പോൾ ഉദാഹരണം നമ്മളൊരു ലൈന് അവിടെ നിന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയെടുക്കാം. അതാണ് ഷിഫ്റ്റ് ചെയ്യുക. ഇപ്പോൾ പറഞ്ഞു കേട്ടില്ല, പണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സിനിമയിലൊക്കെ ഉണ്ടാവും അല്ലേ, വീട് മാറിപ്പോകുന്നതിന് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തെന്ന് പറയല്ലേ. അതിൻ്റെ അർത്ഥം എന്താ, പണ്ട് അവരുടെ വീട് ഇവിടെയായിരുന്നു അല്ലേ, ആ വീടിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് അവർ പുതിയ വീട്ടിലേക്ക് താമസം മാറി വന്നു, അതിനെ ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാറ്റി വരക്കണം, ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാറ്റി വരക്കണം. ഇനി ഇൻകം കൂടുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലേ, അതേസമയം നിങ്ങൾ നോക്കുക, ഇൻകം കുറയുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, ഇൻകം കുറയുകയാണെങ്കിൽ എന്താ, നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ്, കൂടിയപ്പോൾ റൈറ്റിലേക്കാണെങ്കിൽ കുറഞ്ഞപ്പോൾ എങ്ങോട്ടായിരിക്കും, ഉറപ്പായിട്ട് നമുക്ക് പറയാം ലെഫ്റ്റിലേക്കായിരിക്കും. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് സംഭവിക്കും. ഈ 2 പോയിന്റ് മക്കൾ നിർബന്ധമായിട്ട് പഠിക്കുക. കഴിഞ്ഞ തവണ ഈ മോഡൽ എക്സാമിന് ചോദിച്ചെന്താ വെച്ചാൽ കുറച്ച് പ്രാക്ടിക്കലാണ്. കാരണം എന്താ പറയുക, ഇതുവരെയുള്ള പരീക്ഷകൾ എന്ത് ചെയ്യും, HI കാണുക, VI കാണുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചോദിക്കുക. പക്ഷേ ഇത്തവണ നേരിട്ട് ചോദിച്ചു, ബജറ്റ് ലൈൻ വരക്കുക എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു 3 മാർക്ക് തന്നു അല്ലേ. ഭൂരിഭാഗം പേരും കൺഫ്യൂഷൻ അടിച്ചു. പക്ഷേ ഈ പടച്ചോനെ എങ്ങനെയും ബജറ്റ് ലൈൻ വരക്കുക, ഒരു പേടിയും വേണ്ട, നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ പഠിക്കുക. ബജറ്റ് ലൈൻ്റെ ഇക്വേഷൻ കാണാൻ പഠിക്കുക, HI കാണാനുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട്, അത് രണ്ടും പഠിക്കുക, അതുപോലെ VI കാണാനുള്ള ഇക്വേഷൻ പഠിക്കുക. 3 എണ്ണമായി. ഇനി അടുത്ത് ചെയ്യേണ്ടതാണ്, നമ്മൾ ഇത് വെച്ചിട്ട് എങ്ങനെ ബജറ്റ് ലൈൻ വരക്കുമെന്ന് പഠിക്കാം. ഇനി ഇൻകം വർദ്ധിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഈ സാധാരണ റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഈ ഇൻകം കുറയാണെങ്കിലോ ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ഈ പറയുന്ന 5 മാർക്കിൻ്റെ ചോദ്യത്തിന് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾ നോക്കുക, ആക്ച്വലി ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മൾ കണ്ട് പരിചയമില്ലാത്തതുകൊണ്ട് നമുക്ക് എന്തിന് കുറച്ച് ടൈറ്റ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം 5 മാർക്ക് ഉറപ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉറപ്പ് എന്താ വേണ്ടത്,
യെസ്, ഈ ഒരു കമൻറ്റാണ് ഇനി ഇതിൻ്റെ തൊട്ട് താഴെ കാണേണ്ടത്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇനി എന്തൊക്കെയാണോ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, തൊട്ട് താഴെ കമൻറ്റ് ചെയ്യുക. കാരണം എന്താണ്, നിങ്ങളുടെ കമൻറ്റിനനുസരിച്ച് ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയുള്ളൂ. നിങ്ങളുടെ കമൻറ്റ് അനുസരിച്ച് എന്ത് ചെയ്യുക, നമ്മൾ മാക്സിമം വീഡിയോസ് തരാം. ഓക്കെ ആണല്ലോ? അപ്പോൾ നന്നായിട്ട് പഠിക്കുക. പെരുന്നാളിൻ്റെ തലേന്നാണ് നമ്മൾ പരീക്ഷ. പെരുന്നാളിൻ്റെ തലേന്ന് നമുക്ക് സന്തോഷത്തോടൊരു പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി, ഇത്തവണത്തെ ഈദുൽ ഫിത്തർ ആഘോഷിക്കണമെങ്കിൽ സന്തോഷത്തോടെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുക, നല്ലതായിട്ട് പരീക്ഷ ചെയ്താൽ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുപോർട്ട്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.